കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നിരാശ മാത്രം ലഭിച്ചപ്പോൾ ഇവിടെ നിന്നുള്ള രണ്ട് കേന്ദ്രമന്ത്രിമാർക്ക് മാത്രം സങ്കടമൊട്ടുമില്ല. കേരളം പിന്നോക്കമാവാത്തതാണ് കാരണം. നമ്മൾ നമ്പർ 1 ആണെന്ന് പറയുന്നതാണ് പ്രശ്നം. ഇനി ഗതിയില്ലാത്തവരാണെന്ന് പറഞ്ഞു നോക്കൂ, വല്ലതും കിട്ടിയെന്നിരിക്കും. ഇവിടെ ആരും ഒന്നും തന്നില്ല, ഇവിടെ ഒന്നും കിട്ടിയില്ല. മൂന്നാം മോഡി ഗവൺമെന്റിന്റെ രണ്ടാമത്തെ ബഡ്ജറ്റാണ് ഇത്. പൊതുവിൽ കേരളത്തിനോട് ഈ ബഡ്ജറ്റിൽ കാണിച്ചിരിക്കുന്ന സമീപനം അങ്ങേറ്റം നിരാശാജനകമാണെന്ന്. ഇവിടെ ആരും ഒന്നും തന്നില്ല. പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ, അപ്പോൾ കിട്ടും. ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഇല്ല, ഞങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യമില്ല എന്ന് കേരളം പ്രഖ്യാപിച്ചാൽ അപ്പോൾ കിട്ടും. കഷ്ടം. കേരളത്തിൽ നിന്നുള്ളൊരു കേന്ദ്രമന്ത്രി പറയുകയാണ് കേരളം പിന്നോക്കമാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചാൽ പ്രഖ്യാപിച്ചാൽ പണം തരാം. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. പിച്ചച്ചട്ടി നീട്ടുന്നത് പോലെ കേന്ദ്രത്തിന്റെ മുന്നിൽ നിൽക്കാൻ സൗകര്യമില്ല. എനിക്കാർക്കെങ്കിലും കാശ് എണ്ണി കൊടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമം. അയ്യോ, എനിക്കാണെങ്കിൽ ചങ്കു പറയും. കേരളം നമ്പർ 1 ആണ് എന്നുള്ള അമിതമായിട്ടുള്ള അവകാശവാദം സംസ്ഥാനത്തിന് നല്ലതല്ല. പല കാര്യങ്ങളിലും കേരളത്തിന്റെ പിന്നോക്കാവസ്ഥ കേന്ദ്രത്തിന് മുമ്പിൽ അറിയിക്കുന്നതിൽ സംസ്ഥാനം പരാജയപ്പെട്ടിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. കേരളം എല്ലാ രംഗത്തും മുന്നേറിയെന്ന് അവർ തന്നെ ഇറക്കിയ കേന്ദ്ര ഗവൺമെന്റ് ഇറക്കിയ എക്കണോമിക് സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ടല്ലോ. അങ്ങനെ വരുന്ന കേരളത്തെ എങ്ങനെ തകർക്കണം എന്നുള്ള ഗൂഢാലോചനയാണ് ഇവരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ആയ സ്ഥിതിക്കുള്ള സത്യം തുറന്നു പറയാമല്ലോ. എന്റെ 250 രൂപ കാണും എന്നാ, പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ചെലവുകളുണ്ട്. കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. കേരളത്തിന് എന്ത് വേണമെന്ന് പറഞ്ഞ് ചുമ്മാ ഈ പൊലമ്പല് നടത്തിയാൽ പോരാ. പിന്നെ കരഞ്ഞു നടക്കുന്നതല്ല കേരളം. കേരളത്തിന് അർഹതപ്പെട്ട കിട്ടണമെന്ന് പറയുമ്പോൾ അതിനോട് യോജിച്ച് നിൽക്കാതെ കേരളത്തെ തകർക്കുന്നതിന് കൂട്ടുനിൽക്കുന്ന നിലപാടാണ് സുരേഷ് ഗോപി സ്വീകരിക്കുന്നത്. കേരളത്തിന് ഒരു അവഗണനയും ഇല്ല. നടന്നത് കേന്ദ്ര ബജറ്റാണ്, കേരള ബജറ്റല്ല. കേരളത്തിന് എല്ലാം കിട്ടിയിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടില്ലെന്ന്? അതെ, ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും വാരിക്കോരി കൊടുക്കുന്നവളാണ്.